നമസ്കാരം. ആസാമിലെ തിൻസുക്കിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ സുഹൃത്തായ വിനിച്ചേട്ടന്റെ വീട്ടിലാണ് ഞങ്ങളുടെ താമസമൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ വീണ്ടും തിൻസുക്കിയുടെ കുറച്ച് മനോഹരമായ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. പോവാ രണ്ടുപേർക്ക് ഹെൽമെറ്റ് മസ്റ്റ് ആണ് കേട്ടോ ഇവിടെ. അല്ല മനു, അല്ല അത് നമ്മുടെ സേഫ്റ്റി കൂടിയല്ലേ. അല്ല ഹെൽമെറ്റ് നിർബന്ധം അല്ലെങ്കിൽ കൂടി നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് എവിടെയും പോകാറുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടു, ഇവിടെ നല്ല പച്ചപ്പാണ്, രാവിലെ നല്ല തണുപ്പാണ് ഇവിടെ. ഇന്ന് ഉച്ചക്ക് ഞങ്ങൾ പുറത്തു തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഉച്ചക്കത്തെ ഭക്ഷണം ഒന്നും ആക്കിയിട്ടുണ്ടായില്ല. അപ്പം പുറത്ത് നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് കഴിക്കാമെന്ന് വിനിച്ചേട്ടൻ പറഞ്ഞു. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതൊക്കെ ന്യൂ തിൻസുക്കിയാണ്. ന്യൂ തിൻസുക്കി ഉണ്ട്, ഇവിടെ തിൻസുക്കിയും ഉണ്ട്. വേസ്റ്റ് കണ്ട, മൊത്തം വേസ്റ്റ്. ഈ ഒരു ഭാഗത്ത് വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞില്ലേ അതന്നെ ഞാൻ പറഞ്ഞത്, തെരുവുനായ ഭയങ്കര രീതിയിലുണ്ട്. നമുക്ക് രാത്രിക്കൊക്കെ നടന്നിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. വെജ് താലി അല്ലേ പറഞ്ഞത്? അത് വെജ് താലിയാണ് പറഞ്ഞത്. പിന്നെ ഉണ്ടല്ലോ, ഇതെന്ത് ഹോട്ടലിന്റെ പേര് വരുന്നത്? ഹോട്ടൽ കൽപ്പത്തൂർ. ബേസിക്കലി ഒരു മാർവാടി ഹോട്ടലാണ്. മാർവാടി രാജസ്ഥാൻ. ഇതാ ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്ന് വരികയാണ്. ഇവിടെ ഈ കേരള ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലുകൾ ഉണ്ടാ? കേരള ഫുഡ് ഇവിടെ നമുക്ക് കിട്ടൂല. പിന്നെ അതുപോലെ പൊറോട്ട ഒക്കെ കിട്ടുമോ? ആ പൊറോട്ട ഉണ്ട്, കേരള പൊറോട്ട ഉണ്ട്. ഇവിടെ സദേൺ റെസ്റ്റോറന്റ് ഉണ്ട്. ഇവിടെ കേരള പൊറോട്ട കിട്ടും. നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ ഭയങ്കര എക്സ്പെൻസീവ് ആയി. അതെ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മസാല ദോശയ്ക്ക് ഒരു 160-170 രൂപ. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് കേരളം വിട്ടിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഞങ്ങൾ ഓർഡർ ചെയ്ത വെജ് താലി വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ 2 റൊട്ടിയാണുള്ളത്, പിന്നെ സവാളയുണ്ട്, പിന്നെ പുതിനയില്ലേ അതിൻ്റെ ഒരു ചട്നി ഉണ്ട്, ചന മസാല ഉണ്ട്, പിന്നെ ഇവിടെ ഒരു വെജിറ്റബിൾ കറി ഉണ്ട്, പിന്നെ ഇത് പാവക്കൊക്കെ കൊണ്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പം ഈ ഒരു റൊട്ടി കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് റൈസും കിട്ടും. റൈസ് അൺലിമിറ്റഡ് ആണ്. റൊട്ടി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇവിടെ റൈസ് വന്നു. ഇത് പരിപ്പ് കറിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതാ പപ്പടം ഉണ്ട്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ലസ്സി കൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കറിയില്ലേ, ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് കറിയാണ്. ചെന്ന മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാ കണക്കും പറഞ്ഞ ടേസ്റ്റ് ഉണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെന്ന മസാലയാണ്. പിന്നെ ദാല് വിട്ട് ഒരു പിടി നോർത്ത് ഈസ്റ്റ് ആയാലും നോർത്ത് ഇന്ത്യയിലും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞേ നല്ല ടേസ്റ്റ് ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ബ്രഹ്മപുത്ര നദീ തീരത്തേക്കാണ്. ആദ്യം തന്നെ ഒരു തടാകമൊക്കെ ഉള്ളൊരു ഭാഗമാണ്, അതായത് മാഗുരി ബില്ല് എന്നാണ് ആ ഒരു ഭാഗത്തിൻ്റെ പേര്. ഈ തിൻസുക്കിയ പട്ടണത്തിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ മാറിയിട്ടാണ് ആ ഭാഗമൊക്കെ. അപ്പോൾ വണ്ടിയൊക്കെ സെറ്റായി നമുക്ക് നേരെ പോവാം. ഇതൊരു ഹൈവേ ആണ്. ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം, ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ആണ്. 5 കിലോമീറ്റർ പോയ ഒരു ടീ എസ്റ്റേറ്റ് കാണാം. പിന്നെ ഇവിടെയും മുഴുവനും തേയില തന്നെയാണ്. ഇനിയിപ്പോൾ ഇതുവഴിയാണ് നമുക്ക് പോകാനുള്ളത്. 8 കിലോമീറ്റർ ദൂരമുണ്ട്, ചെറിയ റോഡാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് വഴിയാണ്. നല്ല തണുപ്പാണ്, വണ്ടികളൊക്കെ തീരെ കുറവാണ് ഈ റൂട്ടിൽ. അതായത് നോക്കിയേ, അടിപൊളിയല്ലേ? വലിയ മൃഗങ്ങളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കാം. ഈ മൃഗങ്ങളെ പേടിയുള്ളൂ, പ്രത്യേകിച്ച് ആന. ചില മരങ്ങളുടെയൊക്കെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടെന്ന്. ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ദലാഘട്ട് എന്ന് പറഞ്ഞ ഭാഗത്തെ ഇതൊരു LP സ്കൂളാണേ. ശേഷം തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടീ ഗാർഡൻസ് കാണാം. വീണ്ടും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ വഴി തന്നെ നല്ല രസം അല്ലേ? നല്ല വഴി. അതായത് ഞാൻ ആദ്യം ഉണ്ടല്ലോ ഈ പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴി വെറും മോശമായിരിക്കുന്ന കരുതിയത്, പക്ഷേ നമ്മൾ പ്രതീക്ഷ പോലെയല്ല ഒന്നും. ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ഭാഗമാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ഈ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണിക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള ഭാഗം തന്നെയാണിത്. ശരിക്കും അസാമിലെല്ലാം വന്നിട്ട് ഇതുപോലെ ഒരു 2 വീലർ എടുത്ത് കറങ്ങണം, എന്നാൽ മാത്രമാണ് ആ ഒരു പ്രകൃതിയുടെ ഭംഗി നമുക്ക് അടുത്തറിയാൻ പറ്റുക. പോകുന്ന വഴിയിൽ ഒരുപാട് പശുക്കൂട്ടങ്ങളെ കാണാം. തേയിലത്തോട്ടത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ മാറി ഇപ്പോ
നെൽപ്പാടുള്ള ഭാഗത്തേക്ക് എത്തുകയാണേ. നല്ല കിട്ടിലും വഴിയാണ്. നെല്ലാണ് ഈ ഭാഗങ്ങളിലായിട്ട് കാണുന്നത്. ഇതാ ഈ ഭാഗത്തേക്ക് കാണാം, ഇതാ ഈ ഭാഗത്തേക്ക് കാണാം. ഇനി ഇവിടുന്ന് നമ്മുടെ ലൊക്കേഷനുള്ള ഭാഗത്തേക്ക് ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് റോഡ് കുറച്ച് മോശം കേട്ടോ. ഞാൻ വിചാരിക്കുന്നതേ നല്ല മഴ വരുന്ന സമയത്ത് കണ്ടോ ഈ 2 പാടങ്ങളില്ലേ, ഈ 2 പാടമൊക്കെ വെള്ളത്തിനായിട്ട്, അതായത് ഈ റോഡൊക്കെ മൊത്തം വെള്ളത്തിനടിയിലാവും. കാരണം ആസാമിൽ ഇപ്പോഴും മിക്കവാറും ഫ്ലഡൊക്കെ വരുന്നതാണല്ലോ. കൂടാതെ തന്നെ ബ്രഹ്മപുത്രേൻ്റെ സൈഡും കൂടിയാണ്. അങ്ങനെ യാത്ര ചെയ്ത് മാഗുരി എന്നൊരു ഭാഗത്തെത്തിയ ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലായി ഒരുപാട് കവുങ്ങുകളത്രം കാണാം. പെട്ടെന്ന് നമ്മുടെ കേരളം പോലെയാണ് ചിന്തിച്ചത്. പിന്നെ ഇവിടെ ഈ കാണുന്നത് മുളയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ഇതാ ഈ വഴിയാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എവിടെയും എത്തി. പണി കിട്ടുമോ ചോദിച്ചു നോക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ദീദി മാഗുരി ബിൽ ഏ രാസ്തനായി? നേരത്തെ ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി പോയി അവിടുന്ന് വീണ്ടും റിട്ടേൺ വന്ന് ഇതാ ഇവിടെയാണ് മാഗുരി ബിൽ. അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് ചെറിയ വള്ളങ്ങളുണ്ട്, അതിൽ കയറിയിട്ട് നമുക്ക് വഴി യാത്ര ചെയ്യാം. ഇനി ഒരുപാട് വള്ളങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് ടിക്കറ്റൊക്കെ ഉണ്ടോയെന്ന് ആദ്യം നോക്കട്ടെ. നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് ചെറിയൊരു വള്ളത്തിൽ പോവുകയാണേ. ആദ്യം തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് 2 പേരിട്ട് ഇതാ ഇവിടെ ഒരുപാട് വള്ളങ്ങളുണ്ട്. അതിൽ ഇവിടെ ഒരു ചേട്ടനില്ലേ, ഈ ബോട്ടിലാണ് കയറുന്നത്. കയറിക്കോ മതി, കയറിക്കോ. വെള്ളമുണ്ട്, വഴുതി വീഴണ്ട. ഞാൻ ഈ മുന്നിലിരിക്കുവാണേ. ഇരുന്നു. ബ്രഹ്മപുത്രയുടെ ഒരു കൈവരിയാണ് മാഗുരി നദി. അപ്പം അതുവഴിയാണ് ഇപ്പോൾ ഈ ഒരു വള്ളത്തിൽ നമ്മൾ പോകുന്നത്. അതായത് ഈ ഭാഗത്ത് മുഴുവനും പായലുകളാണ്. ഇത് അതിൻ്റെ ആ ഒരു നടുഭാഗം വഴി ഇതാ ഓൾറെഡി ഇതുവഴി തന്നെയാണ് ഇതിൻ്റെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അവിടെ ഒരു കാറിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. നല്ല ക്ലിയർ വെള്ളമാണ്. അതിൻ്റെ അകത്തെ കാഴ്ച വരെ നമുക്ക് കാണാം. നല്ല വെയിലേതാ, കറക്റ്റ് വെയിലാ. കണ്ണട തന്നെ സംഭവം വെച്ചാല് ചെറിയ വെള്ളമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. നമ്മുടെ ചേട്ടൻ ഇതാ പുറകില്. ശരിക്കും അസാമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു യാത്ര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു സൂര്യനെ കാണില്ലല്ലോ, നമ്മുടെ പുറകിലായിരിക്കും എന്തായാലും. ഇത് ഏതൊക്കെ വഴിയാണ് പോകുന്നതെന്നാണ് ആദ്യം നോക്കേണ്ടത്. അങ്ങ് അവിടെ താറാവുകളൊക്കെ ഉണ്ട്, അങ്ങ് അവിടെയാണത്. നല്ല സൈലന്റ്, അതാണ്. ഒരൊച്ചപ്പാടോ എവിടെ നിന്ന് നമുക്ക് കേൾക്കാനായി സാധിക്കില്ല. ആ വെള്ളം ഇങ്ങനെ മറിയുന്ന ഒരു ശബ്ദമല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ഇതെനിക്ക് തോന്നുന്നത് അങ്ങ് അതിലൂടെ പോയിട്ട് റൗണ്ട് ചെയ്ത് വരുന്നതാണ് കണ്ടിട്ട് തോന്നുന്നത്. ഈ നമ്മൾ ഗുവാഹട്ടിയിൽ ഡിപ്പോർ തടാകം കണ്ടിട്ടില്ലേ, അതായത് ട്രെയിനിൽ കടന്നു പോകുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെയാണ്, അത്യാവശ്യം ഒരുപാട് ഭാഗത്തേക്ക് ഇത് വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണെങ്കിൽ മഴക്കാലത്ത് എങ്ങനെയായിരിക്കും അല്ലേ? മഴക്കാലത്ത് ഈ പായലുകൾ കൂടുതലായിരിക്കും. ശരിക്കും ഇതിപ്പോൾ ഇവിടുത്തെ മാറിപ്പോകാനുള്ള മെയിൻ കാരണം ഇതുപോലുള്ള ചെറിയ ചെറിയ തോണികൾ വരുന്നുണ്ടല്ലോ, അത് തന്നെയാണ്. പിന്നെ അങ്ങ് ആ മുൻഭാഗത്തേക്ക് ഒരുപാട് കൃഷികളാണ് അങ്ങ് ദൂരെ.
വഞ്ചി ഇങ്ങനെയാണ് കേട്ടോ തുഴയുന്നേ. ഭയ്യ അബ്കാ നാം? അഭിജിത്ത് ഭായിയാണ് തുഴയുന്നത്. പിന്നെയുണ്ടല്ലോ എത്ര പൈസയായി എന്നൊക്കെ ഇത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പറയാം. അതുപോലെ തന്നെ 40 മിനിറ്റ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇവിടെ ഈ ഭാഗത്ത് പായലുകൾ കൂടുതലാണ്. മുകളിലായാലും കാണാം, വെള്ളത്തിൻ്റെ അടിയിലും ഉണ്ട്. ഇതാ മീനുകളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല കേട്ടാ. ഞാൻ കുറേ നേരമായി മീനിനെ നോക്കുന്നത്. കാരണം ഈ പായലുകൾ കാരണം മീനിനെ ഒന്നും വ്യക്തമല്ല. അതിൻ്റെ അടിയിൽ എന്തായാലും ഉണ്ടാവും. അങ്ങ് അതിലൂടെ മറ്റൊരു വെള്ളം പോകുന്നത് കാണാം. എനിക്കൊന്ന് മീനൊക്കെ പിടിക്കാൻ വേണ്ടി വന്നതാകാം. ഇവിടെ ഒരുപാട് പുതിയ തരം പക്ഷികളെയൊക്കെ കാണാം. അതായത് ഈ ചേട്ടൻ പറഞ്ഞത് ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ പാറി ഇവിടെ വരെ വരുന്ന പക്ഷികൾ വരെയുണ്ട്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൗതുകമല്ലേ. ഇവിടെ വലയിടുകയാണ്. ആ വല ഇടുന്ന ഒരു കാഴ്ച കിട്ടണമായിരുന്നു. ഇതാ പക്ഷികളൊക്കെ ഇതാ പാറി പോവുകയാണ്. താറാവ് ഒരുപാടുണ്ട് അവിടെ. മഗൂരി മൊട്ടാപ്പോങ് ബില്ല് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് ശരിക്കും. അതുപോലെ തന്നെ അസാമീസിൽ ബില്ല് എന്ന് പറഞ്ഞാൽ തടാകം എന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തം നമ്മളൊരു വിസ്തീർണം പറയുകയാണെങ്കിൽ 9.6 ചതുരശ്ര കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു തടാകം നേരെ ദിബ്രു നദിയായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ശേഷമാണ് ഇത് നേരെ ബ്രഹ്മപുത്രയിലേക്ക് ലയിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഉണ്ടല്ലോ ഈ ഒരു തടാകത്തിൽ ഒരുപാട് പക്ഷികളുണ്ട്. പക്ഷികൾ എന്ന് പറയുമ്പം ഒരുപാട് ദേശാടന പക്ഷികളും അതുപോലെ തന്നെ ഇപ്പം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിവിധ തരം പക്ഷികളും ഉണ്ട്. ഇവിടെ ഒരു പക്ഷിയെ കാണാം. അതിപ്പോൾ പറന്ന് പോവും. ഇതാ പോയി. ഇവിടെ ഒന്നിരിക്കുന്നുണ്ട്. അത് മിക്കവാറും ഇപ്പം പറന്നു പോകും. യെസ്, അത് പോയി. ഈ പായലുകളെ തട്ടി മാറ്റി പോകുമ്പോഴുള്ള ഒരു ശബ്ദമാണത്. ഇവരൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി വന്നവരാണേ. അവിടെ ഒരുപാട് പേരുണ്ട്. അവിടെയും കാണാം. ടൈമിങ് രണ്ടും പറന്നുപോയി. ഇനി അവിടെ ഇരിക്കും. ഒരു ചെറിയ പക്ഷിയെ കാണാം ഇവിടെ. ഇതും പോയി. വളരെ പെട്ടെന്ന് പോയി. നമ്മളങ്ങനെ യാത്ര ചെയ്തതാ അവിടെ എത്താനായി. നമ്മുടെ ശബ്ദം കേട്ട ആ സ്പോട്ടിൽ അവറ്റകൾ പറന്നു പോകും. ഇത് രണ്ടെണ്ണം അവിടെ ഉണ്ട്. പോവല്ലേ പോവല്ലേ പോവല്ലേ, നമ്മൾ കുറച്ചും കൂടെ അടുത്തെത്തട്ടെ. റെഡി, ഇപ്പം പോവും. തയ്യാറെടുപ്പായി. റൺവേയിലേക്ക് കയറി. എത്ര പെട്ടെന്നാ അവറ്റകൾ മൂവ് ചെയ്യുന്നത് നോക്കിയേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ശബ്ദം തന്നെ ഒരു വെറൈറ്റിയാ. അവരെ സെർച്ച് ചെയ്യുക. ഇത് ഒറ്റപ്പെട്ടു പോയി ഇവിടെ.
40 മിനിറ്റ് യാത്രയാണ് ആകെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ ആ തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തി. നല്ലൊരു യാത്ര. ഇവിടെ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഒരു പായലിൻ്റെ ഇടയ്ക്ക് തന്നെ. ഒരുപാട് വള്ളങ്ങളെ ഇവിടെ നിന്ന് കാണാം. ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു വള്ളം എടുത്ത് അങ്ങ് പോവാമല്ലോ. നാൽപ്പത് മിനിറ്റ് ആ വള്ളത്തിലൂടെയുള്ള യാത്രക്ക് ഞങ്ങൾക്കായത് വെറും 400 രൂപയാണ്. 400 രൂപ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയാം. കാരണം ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് ബ്രഹ്മപുത്ര നദീതീരത്തേക്കാണ്. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ മാറി ഗുയിജാൻ എന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് എന്തായാലും നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അല്ല, പോകുന്ന വഴി എന്നല്ല, ഇനിയിപ്പോ ഈ ആസാമിലെത്തി എവിടെ പോകുന്ന സമയത്തും തേയിലത്തോട്ടം അല്ലാതെ വേറെ ഒന്നുമില്ല ഇമ്പോർട്ടന്റ് ആയിട്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ 3:40, ഇവിടെ ഒരു 4:30 ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഇരുട്ട് വരും. ആ സമയം കൊണ്ട് നമുക്ക് അവിടെ എത്തണം. പോകുന്ന വഴിക്ക് കാണുന്ന തേയിലത്തോട്ടങ്ങളാണ്. നമുക്കുണ്ടല്ലോ ഈ തേയിലത്തോട്ടങ്ങളുടെ അകത്തേക്കൊന്നും പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവരിങ്ങനെ ഒരു കിടങ്ങ് പോലെ സംഭവങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത് തന്നെ. കാരണം ഇതൊക്കെ എന്താ പറയാല്, പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണല്ലോ. ഇനി പോകാനുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും മുഴുവനും തേയിലയാണ്. അതങ്ങ് ആ ഭാഗത്ത് നിന്ന് തുടങ്ങി അങ്ങ് വരെയുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പം നേരെ നോക്കിയാൽ ഇതിന്റെ ആ ഒരു അവസാനം കാണാൻ വേണ്ടി പറ്റില്ല. ഇനി നേരെ ഇതുവഴി സ്ട്രെയിറ്റ് റോഡാണ്. വണ്ടികളൊക്കെ കുറവാണെന്ന് പറയാം. പിന്നെ ഒരുപാട് പേരിങ്ങനെ സൈക്കിൾ എടുത്ത് പോകുന്നതൊക്കെ കാണാം. കാരണം സൈക്കിൾ എടുത്തിട്ട് ആൾക്കാർക്ക് പോകാമല്ലോ. എന്താ അറിയോ, ഇവിടെ കയറ്റങ്ങളൊന്നുമില്ല. എല്ലാം ഇതേപോലെയുള്ള നല്ല വഴികളാണ്. ഓരോ തോട്ടത്തിൻ്റെ അകത്തേക്കൊക്കെ കയറാനുള്ള വഴികളാണ് ഇതൊക്കെ. നമുക്ക് ഈ ഒരു കിടിലൻ വഴി തന്നെ പോരെ, വേറെന്ത് വേണം? ഞങ്ങൾ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ കിട്ടി. ഇതൊക്കെ കണ്ടുകൊണ്ട് റൈഡ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ പറ്റിയല്ലോ. ഇനി ഇവിടുന്ന് ഒരു 9 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് ഗുയിജാനിലേക്ക്. പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മുടെ ബാറ്ററി വണ്ടികളില്ലേ, സിറ്റികളിലെല്ലാം കാണുന്നത്, അതൊക്കെ വരുന്നത് കാണാം. ഒരു ഗ്രാമം വഴിയാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റവും, എല്ലായിടത്തും തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ. ഈ ഒരു റോഡിലെ ഇത് ടാറല്ല കേട്ടോ, പല സ്ഥലത്തും ഗട്ടറായിട്ടും ഉണ്ട് റോഡ്. ഇപ്പത്തെ ഈ ഒരു സമയമില്ലേ, ഈ ഒരു സമയത്ത് ഈ തേയില തോട്ടങ്ങൾ പണിയെടുക്കുന്ന ഒരുപാട് തോട്ടം തൊഴിലാളികളില്ലേ, അവരൊക്കെ തിരിച്ചു പോകുന്ന ഒരു സമയം കൂടിയാണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആൾക്കാരും സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. കയറ്റം അവിടെ തന്നെ ഇല്ലല്ലോ, നിരപ്പായ റോഡല്ലേ അങ്ങ് വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൈക്കിൾ എടുത്തുകൊണ്ടും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. 4:10 നമ്മൾ ഏകദേശം ഗുയിജ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തെത്തിയേ. ഇനി നേരെ പോകുന്നത് ഗുയിജ ഘാട്ടിന്റെ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തെ ആളുകൾ താമസിക്കുന്ന ഏരിയ ആണ് ഇത് മുഴുവൻ. ഗൂഗിൾ മാപ്പിൽ കാണിച്ച ഗുയിജാൻ ഘാട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ, അത് തെറ്റാണ്. ഇതിപ്പോ ഞങ്ങള് കഴിഞ്ഞ വർഷം വന്ന ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് പോകുന്നത്. ചില സമയങ്ങളിൽ ഗൂഗിൾ മാപ്പ് നല്ല പണി തരും. ഇത് തന്നെ ഇത് ഓർമ്മയുണ്ടാവും നിനക്ക്? മൃതദേഹം ദഹിപ്പിക്കുന്ന സ്ഥലമല്ലേ? ഇതാണ് അതിതാണ്. അങ്ങ് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. സൺസെറ്റ് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുമല്ലോ. വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങ് അവിടെ ഒരു ക്രൂയിസൊക്കെ കാണാം. പിന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ ഇതാ മുൻഭാഗത്ത് തന്നെയുണ്ട്. അതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ ചെറിയ ഷോപ്പുകളും ഉണ്ട്. ഈ ഭാഗത്തെ വൃത്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ തീരെയില്ല. ഇതാ ഫുഡ് വേസ്റ്റ് തന്നെയാണ് കൂടുതലും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എല്ലാം ഉണ്ട്. പിന്നെ ഒരു നേരത്തെ പറഞ്ഞൊരു ഭാഗമില്ലേ, അതിതാ ഇവിടെയാണ്. മൃതദേഹം ഇവിടെ നിന്നാണ് ദഹിപ്പിക്കുക. ഇവിടെയുണ്ട്, പിന്നെ അവിടെയുണ്ട്. കൂടുതലും ഇവിടെ തന്നെ ആകാനാണ് സാധ്യത. നേരെ ഇതാ അങ്ങൊഴുകി ആ ഒരു ഭാഗത്ത് തന്നെയാണ് എത്തുക. അതിൻ്റെ ആ ഒരു വിറകുകളൊക്കെ ആ ഒരു ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്.
ശരിക്കും ഇപ്പോൾ ഈ ഒരു ബ്രഹ്മപുത്ര നദിയിൽ വെള്ളമൊക്കെ കുറവാണ്. ഇതിൻ്റെ ഇരട്ടി വെള്ളം ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി വെള്ളം ഉണ്ടാവും. അത് വേറെ കാര്യം. മഴക്കാലത്ത് അസം ഭാഗത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു നദി തന്നെയാണിത്. ഫ്ലഡ് വരാനുള്ള മെയിൻ കാരണം ഈ നദി തന്നെയാണ്. പിന്നെ അവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കുറച്ച് പാലാക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ചെയ്യേണ്ട കാര്യം ആദ്യം ഈ ഒരു വേസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നല്ലൊരു വഴിയാക്കാം. ലൈറ്റൊക്കെ വെച്ച് നൈറ്റൊക്കെ ഇതിലൂടെ നടക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുവാണെങ്കിൽ എത്ര ആൾക്കാർ വരും. വേണമെങ്കിൽ ഒരു ടിക്കറ്റ് കൗണ്ടറോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങി ചെറിയൊരു പൈസ വാങ്ങിക്കുന്ന രീതിയിലായാലും കുഴപ്പമില്ല. ഒരു 10 രൂപയോ 15 രൂപയൊക്കെ വാങ്ങിച്ച് നല്ലൊരു പാർക്ക്, കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു പാർക്കൊക്കെ ആക്കിയാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ ശരിക്കും പറഞ്ഞാൽ മാറും. ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾക്ക് എന്താ പറയുക തുടങ്ങാൻ പറ്റുന്നൊരു ഭാഗം തന്നെയാണിത്. കാരണം ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വെറുതെ കിടക്കുകയാണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ 9ാമത്തെ നദിയും അതുപോലെ തന്നെ നീളത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ 15ാമത്തെ സ്ഥാനമാണ് ബ്രഹ്മപുത്രയ്ക്കുള്ളത്. ആസാമിൽ തന്നെ 1 കിലോമീറ്റർ വീതി വരുന്ന ഭാഗമുണ്ട്, അതുപോലെ തന്നെ 10 കിലോമീറ്റർ വീതി വരുന്ന ഭാഗമുണ്ട്. അത്രമാത്രം വലിപ്പമുണ്ട്. മനു നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡ് വരാൻ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നദി കൂടിയാണ് ബ്രഹ്മപുത്ര. ഗുവാഹത്തി അതുപോലെ തന്നെ ദിബ്രുഗഡ് തുടങ്ങിയ ആസാമിലെ പ്രമുഖമായ നഗരങ്ങളിലേക്കൂടെയൊക്കെ ഈ ഒരു നദി ഒഴുകുന്നുണ്ട്. ഈ ഒരു നദിക്ക് പല പേരുകളിൽ പല സ്ഥലങ്ങളായിട്ട് അറിയപ്പെടുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇതിനെ സിയാങ് ദിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. അസാമിൽ ഇതേപോലെ തന്നെ ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇത് ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. ടിബറ്റിൽ ഇത് യാർലുങ് സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ശേഷം ബംഗ്ലാദേശിൽ പോകുന്നുണ്ട്, അവിടെ ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ഫൈനലി ഇത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നുണ്ട്. ടോട്ടലി 2880 കിലോമീറ്ററാണ് ഇത് ഒഴുകുന്നത്. ബ്രഹ്മപുത്ര നദിയുള്ള ആ ഭാഗത്ത് നിന്ന് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്ന് ഈ ഭാഗത്ത് മുഴുവനും തേയിലയാണ്. ഇതാ ഇവിടെയും ഉണ്ട്, ഇതേ നേരെ നോക്കുന്ന ഈ ഭാഗത്തും കാണാം. പിന്നെ ഇങ്ങീ മുൻഭാഗത്ത് വലിയൊരു മരമുണ്ട്. ഇത് മാത്രമല്ല, ഈ തേയിലയുടെ നടുഭാഗത്തായിട്ടും നമുക്ക് മരങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടത്തേക്കൊന്നും ഞങ്ങൾ അങ്ങനെ അതിക്രമിച്ച് കയറുന്നില്ല, കാരണം ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ ഒരു റോഡിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പകർത്താം. സൂര്യനിത അസ്തമിക്കുകയാണ്. കാരണം ഇതൊക്കെ നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലങ്ങളാണ്. അസാം കമ്പനി ഇന്ത്യ ലിമിറ്റഡ് റുംഗഗോറ ടീ എസ്റ്റേറ്റ്. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇതുവഴിയൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ച് തിൻസുക്കിയ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. ഇവിടുന്ന് 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഗുയിജാൻ എന്ന പട്ടണം ഇതാണേ. അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഉണ്ട്. കൂടുതലും ബാറ്ററി വണ്ടികളും ഓട്ടോറിക്ഷകളും ഇതുപോലെ തന്നെ സൈക്കിളുകളൊക്കെയാണ്. കടകളൊക്കെ ക്ലോസ് ആയല്ലേ? കടകളൊക്കെ അടച്ചു. അല്ല, ഒന്നാകന്നെ 5 മണിയോട് അടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഇരുട്ട് വന്നുമല്ലോ. ഓൾറെഡി പറഞ്ഞു, അത് ഒരു ഇരുട്ട് വന്ന അവസ്ഥയായി. നമ്മുടെയൊക്കെ നാട്ടിലത്തെ ഒരു 6 മണി 6:30 ആയ അവസ്ഥയാണ്. ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. ഈ ഓട്ടോറിക്ഷകൾക്ക് ഒരു പ്രത്യേകത എന്താണ്? ഇതിന്റെ പുറകിൽ പോയി നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതൊക്കെ ആപ്പയാണ് കേട്ടോ. ആപ്പ ഓട്ടോറിക്ഷന്റെ പിറകിലടക്കി ഇവര് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഒന്നും അത്ര യാത്രക്കാര് കേറിക്കോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം കളയൂല. ഈ ഷെയർ വണ്ടിയൊക്കെ ആണല്ലോ കൂടുതലും. അപ്പം 10-20 രൂപ കൂടുതൽ കിട്ടട്ടെ. നമ്മൾ തിരിച്ചു പോകുന്ന വഴി CRPF ക്യാമ്പ് കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ നമ്മുടെ മലയാളിയെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായി. ചേട്ടാ ഒന്ന് പേര് പറഞ്ഞോ. ഞാനിവിടെ തിൻസുക്കിയയിൽ CRPF സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. മഹാദേവ് കണ്ടു. നാട്ടിലെവിടെ? നാട്ടിൽ കോട്ടയം. കോട്ടയം. ഇത് ഞങ്ങളുടെ OC സാറാണ്, അതായത് ഇവിടുത്തെ ഹെഡായിട്ട് നിൽക്കുക, ഇൻചാർജ്. നമ്മുടെ നാട്ടിലെ DYSP എന്ന് പറയുന്ന റാങ്കിലുള്ള ആളാണ്. അദ്ദേഹമാണ് ഇവിടെ മൊത്തം കമ്പനിയുടെ ഇൻചാർജ് ആയിട്ടുള്ള ആൾ. അതായത് സാറ് CRPFിന്റെ കുറച്ച് കാര്യങ്ങളും സാറിന്റെ ഒരു സ്റ്റോറിയൊക്കെ ഞങ്ങൾക്ക് എന്താ പറയാ, നമ്മുടെ മഹാദേവ് സാറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായി. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ സാറിന്റെ ഫ്യൂച്ചറായിട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒരുപാട് താങ്ക് യു സാർ. എന്താ പറയാ, കണ്ടുമുട്ടിയതിലും. ഇപ്പൊ ഈ ഇരുട്ട് കണ്ടിട്ട് എത്ര സമയമായിട്ടുണ്ടാവും? കറക്റ്റ് സമയം ഇപ്പം 5:30 കഴിഞ്ഞു. ഒരു 8 മണിയായ പ്രതീതിയില്ലേ അല്ലേ? അതാണ് നോർത്ത് ഈസ്റ്റ്. ആരും പുറത്തും കാണാൻ സാധിക്കില്ല, അതാണ്. ഞങ്ങൾ ഇന്ന് അസാമിന്റെ ഒരുപാട് ഭാഗം വഴി യാത്ര ചെയ്തല്ലോ. കൂടുതലും ഗ്രാമപ്രദേശങ്ങൾ വഴി തന്നെയാണ് യാത്ര ചെയ്തത്. ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഞങ്ങൾ കേരളം വഴി എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അസാം വഴി യാത്ര ചെയ്യുമ്പോഴും.
ഇത് ആദ്യമായിട്ടല്ല ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇതിനു മുന്നേ വർഷങ്ങളോളായി ഞങ്ങൾ അസാമിലത്തെ ഓരോ ഭാഗം വഴി യാത്ര ചെയ്യുന്നത്. ശരിക്കും ഞങ്ങൾക്ക് അസാമീസ് ഒന്നും അറിയില്ല, പക്ഷെ എന്നാലും എന്തോ നമ്മുടെ നാട് വഴി യാത്ര ചെയ്യുന്ന പോലെ അല്ലേ. ശരിക്കും അസാമിനോട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഞങ്ങൾക്ക് ഉണ്ട്. എന്താണെന്നറിയില്ല, ഒരു ഫേവറായിട്ട് ഒരു എന്താ പറയുക നല്ലൊരു സീറ്റ് തന്നെയാണ്. പിന്നെ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചെത്തിയല്ലോ. അപ്പൊ ബിനിച്ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യൻ കൂടിയാണ്, നല്ലൊരു സുഹൃത്തു കൂടിയാണ്. അത് എടുത്തു പറയണല്ലോ. പുള്ളി ഇപ്പൊ ഇവിടെ നിലവിൽ വന്നിട്ടില്ല, ഡ്യൂട്ടി ഉണ്ട്, അത്രയും സമയം അത്രയല്ലേ ആയുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഫുഡ് ആക്കണം. മെയിൻ കുക്ക് ബിനിച്ചേട്ടൻ തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞാല് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങളല്ല ഞാൻ അപ്പൊ അതേപോലെ ഇന്നലെ ചിക്കനാണ് നൈറ്റ് ആക്കിയത്. ഞങ്ങളാണ് ചിക്കൻ വാങ്ങിയത്, പൈസ കൊടുത്ത് വാങ്ങി. എന്നിട്ട് വിനിച്ചേട്ടൻ കുക്ക് ചെയ്തു. ഇന്ന് വിനിച്ചേട്ടൻ പറഞ്ഞു നിങ്ങൾ വാങ്ങണ്ട, ഞാൻ വാങ്ങാന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പരസ്പര ധാരണയിൽ അങ്ങ് പോകുന്നത്. പിന്നെ ഉച്ചക്ക് പുറത്തുനിന്നാണ് കഴിച്ചിട്ടുണ്ടായത്. ആ ഒരു സമയപരിധി കൊണ്ടാണ്. ഇനിയിപ്പോ പറഞ്ഞാല് നാളെ നമ്മൾ ഇവിടുന്ന് മടങ്ങുവാണ്. അതാണ്, അതൊരു കിടിലൻ യാത്രയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനായ വിവേക് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. വിവേക് എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ ലോങ്ങസ്റ്റ്, അതായത് 3ാമത്തെ യാത്രയാണ് കേട്ടോ. ഞങ്ങൾ 2 തവണ അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു. ഒരു തവണ ദിബ്രുഗഡ് നിന്ന് കന്യാകുമാരിയിലേക്കും പോയി, അത് 3rd AC-യിലായിരുന്നു. അതുപോലെ തന്നെ കന്യാകുമാരി ദിബ്രുഗഡിലേക്കും വന്നു, അത് 3rd AC-യിലായിരുന്നു. ഇതൊരു വ്യത്യസ്തമായ ക്ലാസ്സിലാണ് യാത്ര. കിടിലൻ ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല, അത് വേറെ കാര്യമാണ്. അല്ല, അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് ആ ട്രെയിനെ അലങ്കോലപ്പെടുത്തുന്നത് എന്നുള്ളത് വേറെ കാര്യം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമാണല്ലോ നമ്മൾ ഇതേ തിൻസുക്കിൽ വന്നത്. പിന്നീട് ഒരു തവണ ഇപ്പം വന്നു, പക്ഷെ ഇനി അടുത്തൊരു തവണ ഇനി ഒരു വരവില്ല കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ വിനിച്ചേട്ടൻ ഇവിടുന്ന് പോവുകയാണ്. മാക്സിമം ഒരു 5 മാസം കൊണ്ട് തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് നേരെ കർണാടകയോ നമ്മുടെ ആ ഒരു സൗത്തിന്റെ ഭാഗത്തേക്ക് പോവാണ്. ഇനിയിപ്പോ ഇനിയൊരു വരവ് നമുക്കില്ല. നമ്മുടെ ഈ ഒരു ഭാഗത്തെ എന്താ പറയാ അവസാനത്തെ ഒരു വിടവാങ്ങലായിരിക്കും തീർച്ചയായും. അപ്പൊ എന്താ പറയാ, വിവേക് എക്സ്പ്രസിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പരിപാടിയുമായി ബൈ.